അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളോടായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട്. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 2 ദിവസമായി മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ റൂം വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചു. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, ഇതാണല്ലോ സംഭവം. അപ്പോൾ അങ്ങനെ തടഞ്ഞു വെച്ചു. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ക്രിസ്ത്യൻസിൻ്റെ സ്കൂളിലും പഠിച്ചിട്ടുണ്ട് ഞാൻ, ഹിന്ദു സ്കൂളിലും പഠിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ അവിടെ കോളേജിലും പഠിച്ചിട്ടുണ്ട്. അപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ക്രിസ്ത്യൻസിനോ ഹിന്ദുക്കൾക്കോ അവരുടെ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് അവരുടെ മോസ്കിൽ പോയി ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോയി നിസ്കരിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നു. അപ്പം കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടുവരുന്നൊരു കാര്യമാണത്. അപ്പോൾ ഇപ്പോഴത്തെ കോളേജുകളിൽ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഒത്തിരി നാളായി. എങ്കിലും ഈ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും അങ്ങനെയൊരു സംഭവമേ ഇല്ല. അവർക്ക് പ്രത്യേകിച്ച് ആരാധനാലയത്തിൽ ഇങ്ങനെയൊരു സംഭവം പോയി പ്രാർത്ഥിക്കുക, അതായത് പഠിക്കാൻ വന്ന കലാലയത്തിൽ നിന്ന് പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു അനുവാദമോ ഒന്നും കൊടുത്തിരുന്നില്ല. അവർക്കത് നിർബന്ധവും ഇല്ലായിരുന്നു. പക്ഷെ മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അവർ പോയി നിസ്കരിക്കുമായിരുന്നു, എനിക്കറിയാം. പക്ഷെ ഇവിടെ ഈ നിർമ്മല കോളേജിൽ കുട്ടികൾക്ക്, അതായത് പെൺകുട്ടികൾക്ക് മോസ്കിൽ, അതായത് ഈ കോളേജിൻ്റെ പരിസരത്ത് മോസ്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക്, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് മോസ്കിൽ പോയി പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നിരിക്കാം. പക്ഷേ അത് കലാലയത്തെ ബാധിച്ചിട്ടാവരുത്. കാരണം നമ്മൾ പഠിക്കാൻ വരുമ്പോൾ കലാലയത്തിൽ വരുന്നത് അറിവ് നേടാനാണ്. സരസ്വതി കടാക്ഷമുള്ള സ്ഥലമാണ് വിദ്യാലയം, കലാലയം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കാനല്ല വരുന്നത്, നമ്മൾ അറിവ് സമ്പാദിക്കാനാണ്. പ്രാർത്ഥിക്കാനാണ് വരുന്നതെങ്കിൽ നമുക്ക് ആരാധനാലയത്തിൽ പോയാൽ മതി പ്രാർത്ഥിക്കാൻ. ഈ കലാലയത്തിൽ വന്ന് അറിവ് സമ്പാദിക്കാൻ വരേണ്ട കാര്യമില്ല. പിന്നെ ഇനി അഥവാ പ്രാർത്ഥിക്കണമെങ്കിൽ മുസ്ലിം പള്ളികളിൽ പോകാൻ സ്ത്രീകൾക്ക് പറ്റുമെങ്കിൽ അതാണ് വേണ്ടത്. കലാലയത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത്, അവിടെ പോയി പ്രാർത്ഥിക്കണം. അഥവാ നിങ്ങൾക്ക് സൗകര്യമാക്കി തന്നില്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിലുള്ള ആ സമുദായത്തിലെ ആൾക്കാരോട് വേണം അത് പറയാൻ, അല്ലാതെ കലാലയത്തിലല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് പ്രിൻസിപ്പാളിനെ പിടിച്ച് മുറിക്കകത്ത് അടച്ചിട്ടു. അതിൻ്റെ കാര്യമില്ലല്ലോ ഇവിടെ. അപ്പോൾ റൂം പ്രത്യേകിച്ച് വേണം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോളേജിലും കൊടുത്തായിട്ട് റൂം നിസ്കരിക്കാൻ കൊടുത്തായിട്ട് എനിക്കറിവില്ല. പോയി നിസ്കരിക്കാറായിരുന്നു പതിവ്. പക്ഷേ ഈ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മതി ഇങ്ങനെ വിദ്യാർത്ഥിയേക്കും വിളിച്ചുകൊണ്ട് ഇറങ്ങാനായി. ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കി അന്നത്തെ പഠിപ്പും മുടക്കി. പിന്നെ അതിൻ്റെ പുറകെ വലിയ വലിയ പ്രശ്നങ്ങൾ ടീച്ചർമാരുടെ ഭാഗത്തു നിന്ന് അവരെ കുറ്റം പറഞ്ഞ്, പ്രിൻസിപ്പാളിനെ കുറ്റം പറഞ്ഞ്, സ്കൂളിനെ കുറ്റം പറഞ്ഞ്, അങ്ങനെ. ഒരു ക്രിസ്തീയ മിഷൻ്റെ കീഴിലുള്ള കോളേജാണ് നിർമ്മല കോളേജ്. ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒരുപോലെയാണ്. ജാതിയില്ല, മതമില്ല, നിറമില്ല. അതേപോലെ യൂണിഫോം ഉണ്ട് എല്ലാവർക്കും. എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് യൂണിഫോം കൊടുക്കുന്നത്. അവിടെ വലിപ്പച്ചെറുപ്പമില്ല. അവിടെ മതത്തെ കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. മതപരമായ ഉദ്ദേശമോ അടിയോ പിടിയോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല. പഠിക്കാൻ വരിക, പോവുക, അതേ ആകാവൂ. പ്രാർത്ഥിക്കണോ, ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക, അങ്ങനെയേ ചെയ്യാവൂ. ക്രിസ്തുമതത്തിലുള്ള കുട്ടികൾക്കും ഹിന്ദുമതത്തിലുള്ള കുട്ടികൾക്കും യാതൊരു നിർബന്ധവുമില്ല. മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെയൊരു നിർബന്ധം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ, മോസ്കിൽ ആ സമുദായത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് പെൺകുട്ടികൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ള അനുമതി നേടിയെടുക്കണം. അതാണ് വേണ്ടത്. സ്കൂളിലെ പഠിപ്പ് മുടക്കിയിട്ടാവരുത്.
കാരണം ഈ ഒന്നോ രണ്ടോ കുട്ടികൾ അല്ലെങ്കിൽ 4-5 കുട്ടികൾ കാരണം മറ്റുള്ള കുട്ടികൾക്ക് കൂടെ അത് ബുദ്ധിമുട്ടാണ്. ചുമ്മാതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതിപ്പം ഒരു ക്രിസ്ത്യൻ മിഷൻ്റെ കീഴിലുള്ള അതായത് ഈ കോളേജ് ആയത് കാരണം അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ അതായത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. വലിയ വലിയ വിഷയങ്ങൾ മതപരമായിട്ടുണ്ടാകാൻ വേണ്ടി ക്രിസ്തുമതവും മുസ്ലിം മതവും തമ്മിൽ അടിയാവാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായ ഒരു വിഷയമാണത്, ഉണ്ടാക്കിയ ഒരു വിഷയമാണത്. അത് ശരിയാണോ? അപ്പോൾ ഈ കുട്ടികൾ പഠിക്കാൻ വരുന്ന കുട്ടികളല്ല അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു ശകലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മുദ്രാവാക്യം വിളിച്ചങ്ങ് ഇറങ്ങുകയായി, പിന്നെ മതപരമായിട്ട് അടിയായി, രാഷ്ട്രീയപരമായിട്ട് പിന്നെ കയറി ഇടപെടലായി, പ്രശ്നം വലിയ വലിയ പ്രശ്നങ്ങളായി മാറിപ്പോവും. അപ്പോൾ നിസ്സാരം ഒരു പ്രശ്നമായിരിക്കും. അഥവാ നിസ്കരിക്കാൻ പോകണ്ട, ഇപ്പോൾ പറയുവാണ് ഒരു ക്ലാസ് ടീച്ചറോട് പറയാം പ്രാർത്ഥിക്കാൻ പൊക്കോട്ടെ എന്ന് പൊക്കോട്ടെ ചോദിക്കും. പോകണ്ട, ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതായത് മുദ്രാവാക്യം വിളിക്കാം, അതിനെ എതിർക്കാം. പക്ഷേ പോകണ്ട എന്ന് പറഞ്ഞില്ല, പകരം റൂം തരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പഠിക്കാനല്ലേ പോകുന്നത്, അല്ലാതെ അവിടെ പ്രാർത്ഥിക്കാനല്ലല്ലോ പോകുന്നത്. അപ്പോൾ കുട്ടികൾ ഇനിയെങ്കിലും ചിന്തിക്കണം, കലാലയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിക്കുക. അല്ലാതെ ഒരു വഴക്കോ വക്കാണമോ അടിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു സ്ഥാപനമല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത്. അതായത് അറിവ് നേടാനുള്ള സ്ഥാപനമാണ്. നമുക്ക് അറിവ് സമ്പാദിക്കാനാണ് നമ്മളവിടെ പോകുന്നത്. അല്ലാതെ അവിടെ കയറി അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയും ഒക്കെ അവരോട് വഴക്കുണ്ടാക്കാനും അവരെ തല്ലാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കാനും ഉള്ള ഈ ഒരു ശ്രമം പാഴായൊരു ശ്രമമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകിച്ച് സൗകര്യം ഇനി മേലാൽ കൊടുക്കരുത്. ഇവരുടെ ആവശ്യപ്രകാരം ഒരു കാരണവശാലും ആ കോളേജിൽ നിസ്കരിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം അതിനുള്ള സ്ഥലം പള്ളിയാണ്. അതിനുള്ള അനുവാദം നേടിയെടുക്കേണ്ടത് ഈ സമുദായത്തിലുള്ള കുട്ടികൾ തന്നെ അവരുടെ സമുദായത്തിലെ പള്ളിയോടാണ്. അവരുടെ സമുദായത്തിൽ മെയിനായിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ, അവരോട് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാനുള്ള അനുമതി ഈ പെൺകുട്ടികൾ നേടിയെടുക്കേണ്ടത്. അവിടെ പോയി വേണം പ്രാർത്ഥിക്കാൻ. ഒരിക്കലും പ്രിൻസിപ്പാൾ ക്ഷമ ചോദിക്കുകയോ ഒന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തെറ്റ് ഈ കുട്ടികളുടെ ഭാഗത്താണ്. ഇവർ പഠിക്കാനല്ല പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.